കാരണം രണ്ടാമത്തേത് പൈസയുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഹലാലും ഹറാമും നോക്കാതെ മുഴു സമയവും മനുഷ്യൻ ദുന്യാവിന്റെ പിന്നാലെ കൂടുന്നത്. ഒന്ന് വഅദിന് വരാൻ നേരമില്ല, സ്വലാത്തിനിരിക്കാൻ സമയമില്ല, ദിക്ർ ചൊല്ലാൻ നേരമില്ല, ഖുർആൻ ഓതാൻ നേരമില്ല, മുഴുവൻ നേരവും പൈസയുണ്ടാക്കലാണ്, കാശുണ്ടാക്കലാണ് ചിന്ത. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ മരണം പരാജയപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് അൽ അംനു മിൻ മക്രില്ലാഹ്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരില്ല എന്ന് മനസ്സുകൊണ്ട് സമാധാനിച്ചിരിക്കുന്നത്. എന്റെ മരണം മോശമായി പോകില്ല എന്നൊരു തോന്നൽ വരെ നമുക്ക് പേടി വേണമെന്നാണ്. ഖാത്തിമത്ത് നന്നാവണം, പടച്ചവനെ മോശമാകുമോ, ഈമാൻ ലഭിക്കാതെ മരിച്ചു പോകുമോ എന്ന് മനസ്സുകൊണ്ട് പേടിക്കേണ്ടവരാണ് നമ്മൾ. ആ പേടിയില്ലാത്തവർക്ക് മരണം മോശമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് അൽ ഗഫ്ലതു അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാതെ അശ്രദ്ധമായി നടക്കുന്നത്. ഒരു വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലണ്ടേ? നമ്മളൊക്കെ ബൈക്ക് ഓടിക്കുന്നവര്, ഓട്ടോറിക്ഷയോ കാറോ വാഹനം ഓടിക്കുന്നവർ, ചാവി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കീലെസ് ബട്ടൺ എന്താവട്ടെ, കീ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഹനത്തിൽ കയറുമ്പോ, ബൈക്ക് ഓടിക്കുമ്പോ വുളു ഉണ്ടായിരിക്കട്ടെ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കട്ടെ, ബസ്സിൽ കയറാണ് വുളു ഉണ്ടായിരിക്കട്ടെ, ബസ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബസ്സിന് സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോരുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓരോ സമയത്തും അല്ലാഹുവിനെ ഓർക്കുന്നത്, ഓരോ നേരത്തും തമ്പുരാനെ ഓർമ്മ വരുന്നത്. ഇടിവെട്ടുമ്പോൾ അല്ലാഹുവിനെ ഓർക്കേണ്ട മഴക്കാലമല്ലേ? സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. ഇടിവെട്ടുമ്പോൾ മിന്നലുണ്ടാകുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണത്. അത് മഴക്കാലത്ത് കേരളക്കാര് ചൊല്ലിയില്ലെങ്കിൽ ലോകത്ത് ആർക്കാണ് ആ ദിക്ർ ചൊല്ലാൻ തൗഫീഖ് ഉണ്ടാവുക? ആരാ പിന്നെ ചൊല്ല? ഇങ്ങനെ 6 മാസം മഴ കിട്ടുന്ന ഒരു നാട്ടുകാർ